ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന സബ്ജക്റ്റ് എനിക്ക് കുറച്ച് പേര് പേഴ്സണലി മെസ്സേജ് അയച്ച ഒരു സബ്ജക്റ്റ് ആണ്. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണുമായിട്ട് ഇപ്പോൾ നിങ്ങളൊരു തീർത്തും നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 1 മന്ത് 2 മന്ത് അല്ലെങ്കിൽ മോർ ദാൻ അതിൽ കൂടുതൽ നിങ്ങളായിട്ട് ആ ഒരു പേഴ്സണ് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ല, നിങ്ങൾക്ക് അവരെ കുറിച്ച് ഒരു കാര്യങ്ങളും അറിയില്ല. അപ്പൊ ഇപ്പോ അവരുടെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടോ? ഇപ്പൊ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലും രീതിയിൽ അവരുടെ മനസ്സിൽ ഒരു ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളോട് ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? നഷ്ടബോധം തോന്നിയിട്ടുണ്ടോ? എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു തോട്ട്സ്? അവരുടെ ഒരു എനർജി ലെവൽ എന്താണ്? ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്കത് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ, ഇതിൽ വരുന്ന എനർജീസ് ക്ലൂസ് അതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്ത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഇതൊരു ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്കൊരു നല്ല ഗൈഡൻസ് ലഭിക്കുന്നതാണ്, നിങ്ങളുടെ ലൈഫിന്റെ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഡീപ്പ് ആയിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. അതോടൊപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർത്ത് കൊണ്ടുവരിക. അവരുടെ ഫേസ് നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ടേയിരിക്കുക. അവരുടെ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് പറയുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. ആ ഒരു പേഴ്സണും നിങ്ങളുമായിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് അതെല്ലാം തന്നെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ആവുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The Sun card, Eight of Swords, Two of Pentacles, Nine of Cups, the Star, Page of Wands, Queen of Wands, Hanged Man, the Moon, Strength, Three of Wands, Page of Swords, Eight of Cups, Eight of Wands. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്.
നമുക്ക് കുറച്ച് ഒറാക്കിൾ കാർഡ് കൂടെ നോക്കാം. completion, compromise, sharing, guilt, turning in, consciousness, beyond illusion. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് വി ആർ ദ വേൾഡ് എന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ അവരെ കുറിച്ച് യാതൊരുവിധ ഐഡിയയും ഇല്ല, കാരണം അവർ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ട് പോയിരിക്കുകയായിരിക്കാം മേ ബി. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ? അപ്പൊ നിങ്ങൾ തമ്മിൽ ചെറിയ ഒരു വഴക്കായിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു വഴക്കായിരിക്കാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു വഴക്കിന്റെ ഡെപ്ത് അനുസരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ആവുക. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വഴക്ക് അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള വഴക്കായിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് സൺ ആണ്. അപ്പൊ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അവരുടെ ഓർമ്മകളിൽ നിങ്ങളുണ്ട്. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെന്റ്സ് എല്ലാം ആ ഒരു വ്യക്തി ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. തിരിച്ചു വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട്. അവരുടെ മൈൻഡിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. വഴക്കുണ്ടായ സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തർക്കിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോ ഈ മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഇല്ലാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇത്രത്തോളം ഒരു സമയം, ഒരു ടൈം ഗ്യാപ്പ് ഇത്രത്തോളം വന്നപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ചിന്തിക്കാനുള്ള സമയം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ സമയമെടുത്ത് അവർ ചിന്തിച്ചപ്പോൾ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം, നിങ്ങളുമായിട്ടുള്ള ലൈഫിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത കൈവരിക്കണം, അതിനൊന്ന് സക്സസിലേക്ക് കൊണ്ടുപോകണം. ആ ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിലുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചില വ്യക്തികൾ ഒരു സക്സസ് ആയിട്ട് നിൽക്കുന്ന സമയമായിട്ട് തന്നെ കാണുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും അവർ അവരുടെ ഒരു ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു രീതിയിലാണ് പോകുന്നത്. ആ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. മറ്റു ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവര് പൂർണ്ണമായിട്ടും നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അവർ എവിടെയോ പോയി പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ചില വ്യക്തികൾ, ഇപ്പൊ നിങ്ങളിപ്പോ കാണുന്ന വ്യക്തികൾ പല പല ആൾക്കാരായിരിക്കും അല്ലേ? അപ്പൊ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികൾ, ഒരു വിഭാഗം ആളുകൾ അവരുടെ ഒരു ജോലി, അവരുടെ ഒരു കരിയർ ആ ഒരു രീതിയിലേക്ക് ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോയപ്പോ. എങ്കിൽ പോലും ആ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളിൽ നിന്ന് അവർ വഴക്കിട്ട് മാറിപ്പോയത് മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു തേർഡ് സിറ്റുവേഷന്റെ ഭാഗമായിട്ടൊക്കെയാണ് പോയത് എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് എനർജി അങ്ങനെയൊക്കെ വന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ പോയി നിൽക്കുന്ന ആ ഒരു സ്ഥലം അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയത്. കാരണം അവർ പോയി നിന്ന സ്ഥലം പെട്ടുപോയിട്ടുണ്ട്. എന്നുവെച്ചാൽ അവർ അപ്രതീക്ഷിതമായിട്ടാണ് അങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ രണ്ട് രീതിയിലുള്ള വ്യക്തികൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു ചെറിയ രീതിയിലുള്ള വഴക്ക് കാര്യങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം കാര്യങ്ങളൊക്കെ വന്നു പോയ വ്യക്തികളാണെങ്കിൽ അവരവരുടെ ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. മറ്റു വ്യക്തികളാണെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയവരാണെന്നുണ്ടെങ്കിൽ അവർ എവിടെയോ പോയി പെട്ടിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴേക്കുമാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ രണ്ട് വ്യക്തികളും ചിന്തിക്കുന്ന കാര്യം ഒന്ന് തന്നെയാണ്, നിങ്ങളുടെ ആ ഒരു പ്രസൻസ്. നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരു സക്സസിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. നിങ്ങളായിരുന്നു അവരുടെ ഒരു വെളിച്ചം എന്ന് പറയുന്നത്. ആ ഒരു വെളിച്ചം സ്വയം നഷ്ടപ്പെടുത്തിയല്ലോ എന്നൊരു ചിന്ത ഈ രണ്ട് പേഴ്സൺസിന്റെ മൈൻഡിൽ വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇതിനെ ഒന്ന് കോംപ്രമൈസ് ചെയ്യിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ഒന്ന് പുറത്തേക്ക് എടുത്ത് കൊണ്ടുവരിക, ഇനി എങ്ങനെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും? കാരണം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു 1 month 2 months ഒക്കെ ആയി കാണാം മേ ബി.
ഒരു നല്ല പീരീഡ് ഓഫ് ടൈം വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ. അപ്പൊ ഇനി എങ്ങനെ നിങ്ങളെ കൺവിൻസ് ചെയ്യിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരൊരു ജഗ്ലിംഗ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അവർക്ക് ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല. അവർക്കൊരു ഭയം നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അവരുടെ ഉള്ളിൽ എങ്ങനെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇനി തിരിച്ചു വരേണ്ടത്. അപ്പൊ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ വ്യക്തികളാണെങ്കിൽ അവർക്ക് അതിന്റേതായ ഒരു ജാള്യത കാര്യങ്ങൾ അവരുടെ മൈൻഡിലുണ്ട്. അതുപോലെ തന്നെ ചീറ്റിംഗ് മറ്റൊരു എനർജിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു ടൈം ഗ്യാപ്പ് എടുത്ത വ്യക്തികളും ചീറ്റിംഗ് എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത്രത്തോളം വേദനിപ്പിച്ചു പോയ വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവരിപ്പോ ചിന്തിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളിലേക്ക് തിരിച്ചെത്തുക എന്നുള്ള ഒരു വഴിയെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്തായാലും അതിന് നല്ലൊരു തീരുമാനം തന്നെ എടുത്തിട്ട് ബുദ്ധിപൂർവമായിട്ട് തന്നെ ഒരു കാര്യങ്ങൾ നീക്കം ചെയ്യണം, അല്ലെങ്കിൽ അവിടെ നിന്ന് വേണം തുടങ്ങാനെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ തിങ്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർ ഒരുപാട് ആലോചിക്കുന്നു. ആ ഒരു എനർജിയിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പൊ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിൽ ഇതിനെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം പോയി നിൽക്കുന്ന സ്ഥലത്ത് അവർക്ക് ഒരു വിഭാഗം ആളുകൾക്ക് സന്തോഷം അവരുടെ ലൈഫിൽ എല്ലാ രീതിക്കും ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ലൈഫിന്റെ ഒരു ശൂന്യത തന്നെയാണ്. മറ്റു വിഭാഗം ആളുകളാണെന്നുണ്ടെങ്കിൽ അവര് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയി മറ്റൊരു സ്ഥലത്തേക്ക് സന്തോഷത്തോടു കൂടി നിൽക്കാമെന്ന് കരുതി പോയെങ്കിൽ തീർത്തും ഒറ്റപ്പെടൽ, അതുപോലെ തന്നെ ഒരു ബന്ധിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു രീതിയിലും സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ, അങ്ങനെ പോയ വ്യക്തികളും ഉണ്ട്. അപ്പൊ രണ്ട് കൂട്ടരും ചിന്തിക്കുന്നത് എന്തായാലും ഒരേ രീതിയാണ്, എങ്ങനെ നിങ്ങളിലേക്ക് എത്താം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി അവർ ആലോചിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്. 9 ഓഫ് കപ്സ് ആണ്. അതായത് അവരുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, അവരുടെ ഉള്ളിൽ ഒരു സന്തോഷം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തായാലും ആ ഒരു വ്യക്തിയെ മറന്നു കാണുകയില്ല. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങളുടെ സ്നേഹത്തിന്റെ ഡെപ്ത് ഇവരോളം മനസ്സിലാക്കിയ മറ്റൊരു വ്യക്തികളും ഈ ഒരു ലോകത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം നിങ്ങളെ പഠിച്ച് നിങ്ങളെ അത്രത്തോളം മനസ്സിലാക്കിയ പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഭയങ്കര കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്. എന്തായാലും ഇവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. ആ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇവർ മുന്നോട്ടേക്ക് വരാനായിട്ട് തയ്യാറാകുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് തീരുമാനം എടുക്കും, ഏത് രീതിയിൽ മുന്നിട്ട് ഇറങ്ങണം എന്നൊരു കൺഫ്യൂഷൻ മാത്രമേ ഇപ്പോൾ ഇവരുടെ ഉള്ളിലുള്ളൂ. പ്രതീക്ഷ ഇവർക്ക് കൈവിട്ട് പോയിട്ടില്ല. ഈ ഒരു ടൈം പീരീഡ് ആയെങ്കിൽ പോലും ഇവരുടെ ഉള്ളിൽ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ എല്ലാ രീതിക്കും ഒരു സക്സസിലേക്ക്, സ്റ്റാർ ആണ്, ഒരു സക്സസിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസം ഈ ഒരു പേഴ്സന്റെ മനസ്സിലുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു നല്ല തുടക്കത്തിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. ഇപ്പൊ അവരുടെ ഫോക്കസ് മുഴുവൻ നിങ്ങളിലേക്കാണ്. ഒരു ടൈമിൽ നിങ്ങളാണ് ആ ഒരു പേഴ്സന്റെ പുറകെ അവരെ ചേസ് ചെയ്ത് പോയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം മാറ്റിയിട്ട് നിങ്ങളുടേതായ ഒരു ലോകത്തിലേക്ക് നിങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥ. okay. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അവരുടെ പുറകെ പോയപ്പോൾ ഒരു വാല്യൂ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരെ തിരിച്ചാണ്. അവർ നിങ്ങളെ കുറിച്ചാണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ പൂർണ്ണമായിട്ടുള്ള ഫോക്കസ് മുഴുവൻ നിങ്ങളിലേക്കാണ്. നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സും അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങളിൽ പല വ്യക്തികളും അത് അറിയുന്നുണ്ടായിരിക്കാം. കാരണം ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടൊരു പരിവർത്തനം നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം major ആയിട്ട് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രാർത്ഥന തന്നെയാണ്. നിങ്ങളുടെ മനസ്സ് നിറഞ്ഞുള്ള ഒരു പ്രാർത്ഥന, അതുപോലെ നിങ്ങളുടെ ഒരു മനസ്സിന്റെ വേദന, ഇതെല്ലാം തന്നെ ഈ ഒരു യൂണിവേഴ്സ് കണ്ടതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു അവസരം നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കാനായിട്ട് പോകുന്നതായിട്ട് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു വ്യക്തി എന്തായാലും നിങ്ങളെ കോൺടാക്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാനും അവർ തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ടുണ്ടായ വഴക്കിന്റെ ആ ഒരു പേരിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ വ്യക്തികൾ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു. അത് മാത്രമല്ല, അല്ലാതെ തന്നെ നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടായ വ്യക്തികളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന ഒരു വഴക്ക് എന്ന് പറയുന്നത്. ഇത് ഇത്രത്തോളം ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിൽ നിങ്ങളുടെ ചില വ്യക്തികൾക്കാണെങ്കിലും ഇതിനകത്തൊരു പങ്കുണ്ട്. അങ്ങനെ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പൂർണ്ണമായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ഒരു തെറ്റെന്നുള്ളത് മാത്രം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ചില കാര്യങ്ങൾ നിങ്ങളും കുറച്ചൊരു അഡ്ജസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ കുറച്ച് നിങ്ങളുടെ വായിൽ നിന്ന് വീണ ചില വാക്കുകളൊക്കെ ഇതിനകത്ത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ഒരു ജഗ്ലിംഗ് സ്റ്റേജ് കൂടുതലായിട്ട് കാണിക്കുന്നത്. എങ്കിൽ പോലും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് അവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതാണ് ഇവിടെ മേജർ ആയിട്ടുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ വായിൽ നിന്ന് ചെറിയ ചെറിയ വാക്കുകൾ വീണത് അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കുറ്റബോധം എന്തായാലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു കുറ്റബോധം പ്രകടിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതേപോലെ ആ ഒരു ചിന്ത അവരിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരായിട്ട് തന്നെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. മേ ബി നിങ്ങളിൽ പല വ്യക്തികളെയും ഇപ്പോൾ ആ ഒരു പേഴ്സൺ ബ്ലോക്ക് മാറ്റിയിട്ടൊക്കെ ഉണ്ടായിരിക്കാം.
ചിലപ്പോൾ നിങ്ങൾക്ക് അവരുടെ DP കാണാനൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെയായിരിക്കാം ചിലവര് ചിലപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് എന്നാ കുറച്ച് 2, 3 മെസ്സേജ് അയക്കട്ടെ എന്ന് വിചാരിക്കുന്ന വ്യക്തികളും ഉണ്ടായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ കോൺടാക്ട് ചെയ്യാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് വിശ്വാസമുണ്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിനെ കോംപ്രമൈസ് ചെയ്യിക്കാനായിട്ട് സാധിക്കും എന്നൊരു വിശ്വാസം അവരുടെ ഉള്ളിൽ വന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ചെയ്ത കാര്യങ്ങളില് ഇപ്പൊ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തതെന്നുള്ളത് അവർക്കറിയാം. അപ്പൊ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ഫ്രണ്ട്സിനെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. അതും ഒക്കെ നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ടായിരിക്കാം. കാരണം ആ ഒരു പേഴ്സണ് ചിലപ്പോൾ ഇതൊന്നും ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇവര് ചെയ്തത് കുറച്ച് കൂടിപ്പോയി എന്നൊരു ചിന്ത എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ വന്നിട്ടുണ്ട്. ഹാങ്ഡ് മാനാണ് വന്നിരിക്കുന്നത്. അവർക്കൊരു കുറ്റബോധവും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് തോന്നുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അവരുടെ മനസ്സില് വല്ലാത്തൊരു വേദന ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കുറ്റബോധം വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്തും ചെറിയ രീതിയിലുള്ള ശരികള് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവര് ചെയ്തതും തെറ്റാണ് എന്നുള്ള തിരിച്ചറിവ് ഇവർക്ക് വന്നതുകൊണ്ട് തന്നെ ഇവരുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരു വ്യത്യസ്തത കൈവന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിനെ മറ്റൊരു view ലൂടെ നോക്കി കാണാനായിട്ട് അവർ തയ്യാറാകുന്നുണ്ട് ഇപ്പൊ. ഇതുവരെ പോയതുപോലെ അല്ലാതെ മറ്റൊരു രീതിയിലും കൂടെ ജീവിതത്തിനെ നോക്കിക്കണ്ടാൽ മാത്രമേ ഈ ഒരു ജീവിതത്തിന് success ഉണ്ടാവുകയുള്ളൂ. ഇതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് ഈ ഒരു person നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി അവരുടെ കാര്യങ്ങളിൽ കുറച്ച് കുറ്റബോധവും മാനസാന്തരവും ഒക്കെ അവർക്ക് ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ contact ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് തുറന്ന ഒരു സംസാരം communication ആണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും communication card ആണ് fast energy ആണ്. ആ ഒരു person എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് communicate ചെയ്യണം. എല്ലാ കാര്യങ്ങളിലും തുറന്ന് സംസാരിച്ച് ഒരു വ്യക്തത കൈവരണം എന്ന് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം മറ്റു ചില വ്യക്തികൾക്ക് പല രീതിയിൽ നിങ്ങളെ തെറ്റിദ്ധാരണ ഉള്ളതായിട്ടും ഭയം ഉള്ളതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ വന്ന സംസാരത്തിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം ചില വ്യക്തികൾ നിങ്ങളെ പേടിക്കുന്നുണ്ട്. അപ്പൊ അവര് നിങ്ങളെ cheat ചെയ്തിട്ട് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇനി എങ്ങനെ നിങ്ങളിലേക്ക് വരും എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിൽ വരുന്നുണ്ട്. എങ്കിലും അവരിപ്പോ രാത്രിയിലും പകലും എന്ന പോലെ നിങ്ങളെ ഓർത്തു തന്നെ ഇരിക്കുകയാണ്. ഏതൊരു സമയത്തും നിങ്ങളുടെ ഓർമ്മയിൽ തന്നെയാണ് അവരിയ്ക്കുന്നത്. മറ്റ് ചില വ്യക്തികൾക്ക് ചെറിയ ചില തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവരുടെ ഉള്ളിൽ. അപ്പൊ നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് ഈ ഒരു റീഡിംഗ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും തെറ്റിദ്ധാരണ വരാനുള്ള എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന്. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ ആണെങ്കിൽ പോലും അവരിപ്പോ തീരുമാനിച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ എല്ലാം ക്ലാരിറ്റി വേണം. കാരണം ഇവർക്ക് തന്നെ തോന്നുന്നുണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണോ ചെയ്തത് തെറ്റായി പോയി എന്നൊരു വ്യക്തത വന്നതുകൊണ്ടാണ് അവർ ആ ഒരു രീതിയിലൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. അവരെപ്പോഴും നിങ്ങളുടെ ഒരു ഓർമ്മയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നിങ്ങളുടെ relationship നെ എന്തായാലും ഇപ്പൊ ഒരു success ലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്. അവരെന്ന് പറയുന്നത് സ്വയം heal ആയിട്ട് മാത്രമേ പുറത്തു വന്നാൽ ശരിയാവുകയുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങളുടെ person. നിങ്ങൾ എത്രത്തോളം അവരെ സാന്ത്വനിപ്പിക്കാൻ നോക്കിയാലും നിങ്ങൾ എത്രത്തോളം അവരെ ചേർത്ത് പിടിക്കാൻ നോക്കിയാലും ചിലപ്പോൾ ആ ഒരു വ്യക്തി പെട്ടെന്ന് heal ആവണമെന്നില്ല. അവർക്ക് അവരുടേതായ ഒരു time എടുത്തിട്ട് സ്വയം heal ആയാൽ മാത്രമേ അവർ okay ആവുകയുള്ളൂ. അങ്ങനെ ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു ടൈം നിങ്ങൾക്കിടയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും അവരുടെ ഉള്ളിൽ ഒരു കുറ്റബോധം വിഷമം കാര്യങ്ങളൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ട്. അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് പ്രകടിതമായിട്ട് തന്നെ നൽകണം. സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രകടിതമായിട്ട് തന്നെ ആ ഒരു സ്നേഹം നൽകിയാൽ മാത്രമേ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ കൂടെ തിരിച്ചും അതേ സ്നേഹം കൊടുത്തു തന്നെ മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. നിങ്ങളിപ്പോ ആ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഒരുപാട് chase ചെയ്ത സമയത്ത് ഈ ഒരു person നിങ്ങളെ ഒട്ടും mind ചെയ്യാതെ വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു കാര്യത്തിലേക്ക് തിരിഞ്ഞ വ്യക്തികളാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ചിന്തകൾ വന്നത്. ഇത്രത്തോളം നിങ്ങൾ അയാളുടെ പുറകെ അല്ലെങ്കിൽ ആ ഒരു ആ വ്യക്തിയുടെ പുറകെ പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ കുറെ പുറകെ പോയിട്ട് ഇവരിൽ നിന്ന് ഒരു റെസ്പോണ്ടോ കാര്യങ്ങളോ ഇല്ലാതെ വന്നപ്പോൾ നിങ്ങൾ അവസാനം സൈലന്റ് ആയി. ഒരുപാട് വേദന സഹിച്ച് തന്നെയാണ് നിങ്ങൾ സൈലന്റ് ആയിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന സമയത്ത് ഈ ഒരു വ്യക്തി അവർക്ക് തിരിച്ചറിവ് വന്നത്. നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു പ്രാർത്ഥന കൃത്യമായിട്ടുള്ള ആ ഒരു divine time ൽ universe കേട്ടതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഈ ഒരു person ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അർഹമായ ആ ഒരു സ്നേഹത്തെ നിങ്ങൾക്ക് പകുത്ത് നൽകണം. നിങ്ങൾക്ക് പകുത്ത് നൽകുമ്പോൾ മാത്രമേ ഇതിനൊരു clarity അല്ലെങ്കിൽ ഇതിനൊരു വ്യക്തത വരികയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു relationship ന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതാണ്. ഒരു side ൽ നിന്ന് മാത്രം സ്നേഹം കൊടുക്കുന്നതല്ല ഒരു relationship ന്റെ ഭംഗി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു person ഉം കൂടെ അതിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ട്. അപ്പൊ നിങ്ങളിൽ നിന്ന് ഒരു contact ഇല്ലാതിരുന്ന ആ ഒരു വ്യക്തികളെ ഞാൻ already പറഞ്ഞു അവർ നിങ്ങളെ contact ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുള്ളത്. അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു വ്യക്തി ആ ഒരു തോണിയുമായിട്ട് ഈ ഒരു പുഴ കടന്ന് അപ്പുറത്തേക്ക് വരാൻ സാധിക്കുകയാണ്. ഇതിന്റെ അപ്പുറത്ത് എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പൊ അവർ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു planning ലാണ്. ഇപ്പൊ അവരുടെ juggling stage ലാണ് എങ്ങനെ ഏത് രീതിയിൽ തുടക്കം കുറിക്കണം എന്നുള്ളത്. പക്ഷെ അവർ അതിനെക്കുറിച്ച് plan ചെയ്യുന്നും കൂടെയുണ്ട്. juggling stage ൽ നിന്നുകൊണ്ട് തന്നെ അവർ plan ചെയ്യുകയാണ് ഏത് രീതിയിൽ വേണം നിങ്ങളിലേക്ക് വരാൻ.
ഏതെങ്കിലും ഒരു ഫ്രണ്ട് വഴിയാണോ നിങ്ങൾ ആദ്യം കോൺടാക്ട് ചെയ്യേണ്ടത്, അതോ ഈ ഒരു വ്യക്തി തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആയിട്ടോ കോൾ ആയിട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആ ഒരു രീതിക്കൊക്കെ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് തന്നെ നമുക്കിവിടെ കാണിക്കുന്നത് തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഒരു കോളോ ഒരു മെസ്സേജോ വാട്സപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണോ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ള പ്ലാറ്റ്ഫോംസ് എന്തൊക്കെയാണോ ആ ഒരു രീതിയിൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മെസ്സേജ് ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം അവര് ജീവിതത്തിൽ പഠിച്ച പാഠങ്ങളാണത്. അവര് നിങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയ ആ ഒരു സമയത്ത് അവർ ഒറ്റയ്ക്ക് നിന്ന സമയത്ത് അവർക്ക് കൂടുതലായിട്ട് അവരെ തന്നെ തിരിച്ചറിയാനും അവരുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി ജീവിതത്തിനെ കൂടുതൽ പഠിക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. ജീവിതത്തെ കൂടുതലായിട്ട് പഠിച്ചു വന്നപ്പോഴേക്കുമാണ് അവർക്ക് നിങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് മിസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മിസ് ചെയ്ത് വന്നപ്പോൾ അവർ തീർത്തും ഒറ്റപ്പെട്ടു പോയ ഒരു സിറ്റുവേഷൻ ആയി പോയത്. അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ആരൊക്കെ സ്നേഹം കൊടുക്കാമെന്ന് പറഞ്ഞാലും അവർക്ക് ആ ഒരു സ്നേഹം ഒന്നും അല്ല വേണ്ടത്. നിങ്ങളെ തന്നെയാണ് വേണ്ടത് എന്നൊരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ഒരു കുറ്റബോധവും കാഴ്ചപ്പാടുകളിലെ വ്യക്തതയും വ്യത്യസ്തമായ വ്യക്തത. അങ്ങനെ ഒരു എനർജിയിൽ വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ അതും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യണം എന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യണം എന്നൊരു തീരുമാനം എത്തിയിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ചെയ്യുന്ന എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് കുറച്ച് കാര്യങ്ങളിലൊക്കെ ചിന്തകളിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും അതേ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുവരിക. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും അത് കണ്ടിന്യൂ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് കംപ്ലീഷൻ ആണ്. നിങ്ങളുടെ ബന്ധത്തിനെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുക. കംപ്ലീഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പസിൽ മാത്രം പൊക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പൂർണ്ണത കിട്ടുകയില്ല. ആ ഒരു പസിലും കൂടി ഇവിടെ ചേർക്കുമ്പോഴാണ് ഇതിനൊരു ഭംഗി കൈവരുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ മാത്രമേ അതിനൊരു കംപ്ലീഷൻ വരികയുള്ളൂ. അപ്പൊ നിങ്ങൾ കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ അവരുടെ അടുത്ത് മാപ്പ് പറയേണ്ട കാര്യങ്ങളിൽ പറയാനും തെറ്റിദ്ധാരണകൾ മാറ്റാനും ഈ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും നിങ്ങൾ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തി ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരും ഇതിന് വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന് നിങ്ങളോട് പറയാനാണ് അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, എങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ പോയ വ്യക്തികൾ ഇവിടെ കാണുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ എവിടെയോ പോയി പെട്ടു നിൽക്കുന്നത് തന്നെയാണ്. നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ വ്യക്തികളുണ്ട്. അതുപോലെ നിങ്ങളുമായിട്ട് വാക്ക് തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങളുടെ ദേഷ്യത്തിന്റെ പേരിൽ നിങ്ങളോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ നിങ്ങളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന്റെ ദേഷ്യത്തിന്റെ പേരിൽ പോയ വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നൊരു നിമിഷം നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളും ഉണ്ട്. പെട്ടെന്നൊരു നിമിഷമൊക്കെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ എന്തൊക്കെയോ സാഹചര്യങ്ങളിൽ ബ്ലോക്ക് ആയി നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. അവർക്ക് ഒട്ടും തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കാതെ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവരുടേത്. അപ്പൊ അങ്ങനെ ഒരു എനർജി വന്ന സമയത്തും ആണ് അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അവരെ സംബന്ധിച്ചിട്ട് നമുക്കിവിടെ കാണുവാണെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസിൽ പെട്ടുപോയ അവസ്ഥകളുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടുപോയ അവസ്ഥകളുണ്ട്, അതുപോലെ തന്നെ ഫാമിലി ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു റീഡിംഗ് കാണുക. എന്ത് തന്നെയാണെങ്കിലും അവരിപ്പോ ആഗ്രഹിക്കുന്നത് കോംപ്രമൈസിനാണ്. പുറത്തു നിന്നുള്ള ഒരു വ്യക്തികളുടെയും സ്വാധീനവും ഇതിലേക്ക് കൊണ്ടുവരാതെ നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് മാത്രം ഈ ഒരു കാര്യത്തെ കോംപ്രമൈസ് ചെയ്യണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാൻ സാധിക്കും. ആ ഒരു വിശ്വാസം നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് അവരെ ഇപ്പൊ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഒരു ക്യാരക്ടർ. നിങ്ങൾ ഒരുപാട് ദേഷ്യപ്പെടുന്ന വ്യക്തികളായിരിക്കാം. അവരെപ്പോലെ തന്നെയായിരിക്കാം ചിലപ്പോൾ നിങ്ങളും. ഒട്ടും വിട്ടുകൊടുക്കാത്ത വ്യക്തികൾ തന്നെയായിരിക്കാം. പക്ഷെ എത്രത്തോളം വിട്ടുകൊടുത്തില്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് വേദനിക്കുന്ന വ്യക്തികളാണെന്നുള്ള ഒരു വ്യക്തത അവർക്കുണ്ട്. അപ്പൊ കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത് നിങ്ങളുമായിട്ട് ഷെയറിംഗ് തന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം തന്നെ പൂർണ്ണമായിട്ട് ഒരു പരിഹാരം കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാതെ ഇതിനൊരു തീർച്ചയായിട്ടും പരിഹാരം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്കൊരു ഗിൽറ്റ് ഫീൽ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് വല്ലാത്തൊരു കുറ്റബോധം വന്നു തുടങ്ങി എന്നുള്ളത് നമ്മൾ ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ അവർക്കൊരു ഗിൽറ്റ് ഫീൽ ആണ്. അവർക്ക് നിങ്ങളെയാണല്ലോ അവർ ഉപേക്ഷിച്ചത്,
അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഇത്രത്തോളം സ്നേഹിച്ച വ്യക്തികളാണല്ലോ, എന്നിട്ടും എന്തിനാണ് ഞാൻ ഇത്രയും അവരെ വേദനിപ്പിച്ചത്? ആ ഒരു ചിന്തയൊക്കെ നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് മൈൻഡിനെ ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ട്. അവർക്കൊരു നെഗറ്റീവ് തോട്ട്സ് അവരുടെ മൈൻഡിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു. അവർ ചെയ്തു പോയ തെറ്റിൽ അവർക്ക് ഇപ്പോൾ ഒരുപാട് കുറ്റബോധം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കുറ്റബോധം കൊണ്ടുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കോൺടാക്ട് ചെയ്യാനും തിരിച്ചു വരാനും ആഗ്രഹിക്കുന്നത് പോലും. കാരണം കൂടെ നിന്നപ്പോൾ നിങ്ങളുടെ ഒരു വാല്യൂ കാര്യങ്ങളോ അവർ കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ അവരിൽ നിന്ന് മാറി നിന്ന സമയത്താണ് അവർക്ക് അതൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വഴിത്തിരിവിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ടേണിംഗ് ഇൻ ആണ് വന്നിരിക്കുന്നത്. അവരുടെ ഒരു കാഴ്ചപ്പാടുകളെല്ലാം തന്നെ ഇവിടെ നിന്നൊരു വ്യത്യസ്തത കൈവരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അവരിപ്പോൾ നിങ്ങളെ പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിലേക്ക്. തന്റെ ഒരു എടുത്തുചാട്ടം കൊണ്ടും കൂടെയാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്നൊരു ചിന്ത അവരുടെ മൈൻഡിലേക്ക്, അവരുടെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം ഇവിടെ നമുക്ക് അലട്ടുന്നത് കാണുമ്പോൾ, ആ ഒരു ഗിൽറ്റ് ഫീൽ അവരിലേക്ക് വരുമ്പോൾ അവർ ശാന്തമായിട്ടിരുന്ന് അവരെ തന്നെ ഹീൽ ചെയ്യിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് അവരുടേതായ ഒരു ടൈം എടുത്തിട്ട് അവരെ ഹീൽ ചെയ്യിച്ചാൽ മാത്രമേ ആ ഒരു പേഴ്സൺ ഓക്കെ ആവുകയുള്ളൂ. അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടെ പേഴ്സന്റേത്. അതുകൊണ്ട് ഇപ്പോൾ അവർ അവരെ തന്നെ ഹീൽ ചെയ്യിച്ചിട്ട് ഈ ചുറ്റും കൂടിയിരിക്കുന്ന നെഗറ്റീവ് തോട്ട്സിനെ എല്ലാം തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് അവർ ഹീൽ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം അവരിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഈ ഒരു നെഗറ്റീവ് എനർജിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ആ ഒരു നെഗറ്റീവ് എനർജി ഇതെല്ലാം തന്നെ ഈ ഒരു ടൈമിൽ അവരിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവരുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചെത്തണമെന്നും, ഇപ്പൊ അവർ ഇങ്ങനത്തെ നിന്നൊരു ഫീലിൽ നിന്ന് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയും അവരൊരു മെഡിറ്റേഷൻ എനർജിയിലൂടെ കടന്നു പോവുകയും ചെയ്ത് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ അവർ നിൽക്കുന്നത് പൂർണ്ണമായിട്ടും ഒരു ക്ലാരിറ്റിയിലാണ്. ഓക്കെ, നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അവർക്കൊരു സാത്വികമായിട്ടുള്ള ഭാവം അവരിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ ആ ഒരു നെഗറ്റീവ് എനർജീസ് എല്ലാം തന്നെ അവരിൽ നിന്ന് മാറിപ്പോയ സമയത്താണ് അവരുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ അവർ അതിനെ കൂടുതലായിട്ട് തിരിച്ചറിയാൻ തുടങ്ങിയത്. ഇപ്പൊ അവരുടെ ഒരു ലോകം അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്തകൾ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു illusion ആണ് അവർക്ക്. എന്തൊക്കെയോ അവർക്ക് ചുറ്റും നടക്കുന്ന ഒരു അവസ്ഥ. എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വേണമെന്ന് ആഗ്രഹിച്ചിട്ട് പൂർണ്ണമായിട്ടും മെഡിറ്റേഷൻ ലെവലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ച് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നേരത്തെ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു പേഴ്സൺ എന്തായാലും ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സ് ഇപ്പോൾ അവരോട് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് we are the world എന്നാണ്. നിങ്ങളും ആ ഒരു പേഴ്സണും കൂടെ ചേരുമ്പോഴാണ് ഈ ഒരു ലോകം വരുന്നത്. നമ്മളാണ് ലോകം, അല്ലാതെ ഞാനാണ് എന്റെ ലോകം നീയാണ് നിന്റെ ലോകം എന്നുള്ള രീതിയല്ല. അങ്ങനെ ആയിരുന്നു അവരിപ്പോ പ്രശ്നത്തിലേക്ക് വന്നപ്പോൾ അവർ അതും പറഞ്ഞിട്ടാണ് പോയതെങ്കിൽ ഇപ്പൊ തിരിച്ചവര് നിങ്ങൾ എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിന്നിരുന്ന അവസ്ഥ അതേ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് we are the world, നമ്മളാണ് ഈ ലോകം. നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഭൂമിക്ക് ഇത്രത്തോളം ഭംഗി ഉണ്ടാവുകയുള്ളൂ. കാരണം അവർ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ തീവ്രത പൂർണ്ണമായിട്ടും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അവർക്കൊരു ജാള്യത അല്ലെങ്കിൽ ഒരു കുറ്റബോധം, ഒരു മാനസാന്തരം, പശ്ചാത്താപം ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് പൂർണ്ണമായിട്ട് അവർ പോകുന്നത്. മൊത്തത്തിൽ ഒരു ഗിൽറ്റ് ഫീൽ ആണ്. ചെയ്തു പോയ തെറ്റുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അവർക്ക് തോന്നുന്നുണ്ട്. കാരണം വഴക്കിട്ടത് മാത്രമല്ല, പൂർണ്ണമായിട്ട് നിങ്ങളെ ഒഴിവാക്കി. ഇത്രത്തോളം ദിവസങ്ങൾ അല്ലെങ്കിൽ ഇത്രത്തോളം നാളുകൾ, ഇത്രത്തോളം മാസങ്ങൾ നിങ്ങൾക്ക് ഒരു രീതിയിലും കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം അവർ തന്നില്ല. അവർ അവരുടെ കാര്യം നോക്കി പോയി. പക്ഷെ കാര്യം നോക്കി പോയെങ്കിലും മനസ്സിന് സമാധാനം കിട്ടിയില്ല അവർക്ക്. ഓക്കെ, അവർ ജോലി ചെയ്യുന്നുണ്ട്, അവർ അവരുടേതായ രീതിക്ക് നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു കുറ്റബോധം, എപ്പോഴും അല്ല, ഒരു ടൈമിൽ മുതലാണ് അവർക്ക് ആ കുറ്റബോധം വന്നു തുടങ്ങിയിരിക്കുന്നത്. അല്ലാതെ പോയപ്പോൾ തന്നെ അവർക്ക് കുറ്റബോധം തോന്നിയതായിട്ട് നമുക്കിവിടെ വരുന്നില്ല. അവർക്ക് അവരുടേതായ ഒരു ടൈം വന്നപ്പോഴേക്കും, തിരിച്ചറിവുകൾ വന്നപ്പോഴേക്കുമാണ് ആ കുറ്റബോധം വന്നിരിക്കുന്നത്. ഇപ്പോ അവർ എന്തായാലും നിങ്ങളുടെ സ്നേഹത്തിന്റെ ആ ഒരു തീവ്രത പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളാണ് അവരെ ചേസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ പുറകെ ചേസ് ചെയ്ത് പാഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സും വീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ വീക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഇപ്പോഴും അവരെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സ് മുഖേനയൊക്കെ അവർ അറിയുന്നുണ്ടായിരിക്കാം. അപ്പൊ അതിന്റെ ഒരു ഹാപ്പി അവരുടെ മുഖത്തുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ് അവര്. എന്തൊക്കെ നിങ്ങൾ ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ ഇപ്പോഴും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് അവരെ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊരു എനർജിയിൽ വരുന്നത്. അതും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് വരുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം എത്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിനെയൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നൊരു വിശ്വാസം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എക്സ്പീരിയൻസിങ്, അവർ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. ഒറ്റയ്ക്ക് നിന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പേഴ്സൺ ഇത്രത്തോളം എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടും അവരുടെ മനസ്സിൽ വന്നിരിക്കുന്ന ആ ഒരു കുറ്റബോധത്തിന്റെ ഭാഗമായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരികയാണ്. അതുപോലെ നമുക്കിവിടെ കാണാം ചാരിറ്റി കിട്ടിയിട്ടുണ്ട്. അവർ അവരുടെ ഇമോഷൻസിനെ എല്ലാം തന്നെ ഇപ്പൊ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ദേഷ്യമൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവർ അവരുടെ ഇമോഷൻസ്, ദേഷ്യമാണെങ്കിൽ എന്ത് രീതിയിലുള്ള ഫീലിങ്സ് ആണെങ്കിലും അതൊക്കെ ഒന്ന് കൺട്രോൾ, ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരികയാണ്.
അവരൊന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരുപക്ഷെ നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, കുറച്ച് ദേഷ്യം കൂടുതലാണ്, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊന്നും അന്നേരം കേട്ടിട്ടുണ്ടായിരിക്കില്ല. ഇപ്പൊ എന്തായാലും അവർ അവരുടെ മനസ്സിനെ സ്വയം നിയന്ത്രിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ അവർ ആഗ്രഹിക്കുന്ന നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ബാലൻസിങ് കൊണ്ടുവരണം. എല്ലാ രീതിക്കും ആ ഒരു റിലേഷൻഷിപ്പിനെ നല്ലൊരു ബാലൻസിലേക്ക് എത്തിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്ത് റിസ്ക്കും എടുത്തിട്ടും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പേജ് ഓഫ് കപ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ഓർമ്മയിലാണ് ആ ഒരു വ്യക്തി ഇരിക്കുന്നത്, നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എന്ത് റിസ്ക്കും എടുത്തിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾക്കെല്ലാം ഒരു കോംപ്രമൈസ് വരുത്തി എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് ഒരു കംപ്ലീഷനിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ എത്തിക്കണം. എല്ലാ രീതിക്കും ഇതിനെ ഒന്ന് സക്സസിലേക്ക് കൊണ്ടുവരണം. ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് പൂർണ്ണമായിട്ടും എത്തിക്കണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു പ്ലാനിങ്, ആ ഒരു ചിന്തയിലാണ് ഇപ്പൊ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആകുന്നതാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, അതുപോലെ തന്നെ ക്ലൂസ്, ഇതെല്ലാം തന്നെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു സ്പ്രെഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു നമ്പേഴ്സ് ക്ലൂസ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു 8 എന്നുള്ള നമ്പർ വന്നിട്ടുണ്ട്, 9 വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 17, 8 റിപ്പീറ്റ് ചെയ്ത് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്, 12 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 8 ആണ് നമുക്ക് കൂടുതൽ കാണുന്നത് കേട്ടോ, 2 വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്കിവിടെ 10 വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്ലൂസ് ആയിട്ട് നമുക്കിവിടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നും നമ്മൾ ക്ലൂ എടുക്കുന്നില്ല, പകരം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഏഞ്ചൽസിന് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഗൈഡൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട്, നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണല്ലോ, അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിനോട് ഏഞ്ചൽസിന് എന്ത് മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാനുള്ളത്? വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് വന്നിട്ടുണ്ട്. The situation will improve. Success. It's up to you. Big happy changes. Okay, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ആൻഡ് റിക്കവറി കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങളോട് പറയുന്നത് ഇറ്റ്സ് അപ് ടു യു. എല്ലാം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ്. കാരണം ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരെ സ്വീകരിക്കണോ വേണ്ടയോ, ഏത് രീതിയിൽ അവരെ സ്വീകരിക്കണം, അതെല്ലാം തന്നെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങളാണ് വേദന സഹിച്ചവർ. എങ്കിൽ പോലും നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു മെസ്സേജസ് എന്ന് പറയുന്നത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഇംപ്രൂവ് ആകുന്നതാണ്. ഇംപ്രൂവ് ആവുക എന്ന് പറയുമ്പോൾ അതൊരു സക്സസിലേക്കുള്ള ഇംപ്രൂവ്മെന്റ് ആണ്, ഒരു വിജയത്തിലേക്കുള്ള. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം തീർച്ചയായിട്ടും റിക്കവറി ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ബിഗ് ഹാപ്പി ചേഞ്ചസ്, വലിയ വലിയ സന്തോഷങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത്. അപ്പൊ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഗൈഡൻസ് മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. പക്ഷെ എല്ലാം തന്നെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ദേഷ്യം, എല്ലാ കാര്യങ്ങളിലും ഒരു എടുത്തുചാട്ടമൊക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങൾ നിങ്ങളെ കൂടെ കുറച്ച് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണല്ലോ കറക്റ്റ് ആയിട്ട് ഏത് റിലേഷൻഷിപ്പിന്റെയും കംപ്ലീഷൻ ആകുന്നത്. അപ്പൊ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുകയും വേണം. അതോടൊപ്പം തന്നെ എടുത്തുചാടി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ബിഗ് ഹാപ്പി ചേഞ്ചസ്, നിങ്ങൾക്ക് റിക്കവറി ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വീണ്ടെടുക്കാൻ സാധിക്കും. സക്സസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എല്ലാം തന്നെ തീർച്ചയായിട്ടും ഇംപ്രൂവ് ആകുന്നതാണ്. റിമെയിൻ പോസിറ്റീവ് കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതുവരെ നിങ്ങൾ ഒരു പോസിറ്റീവ് എനർജിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ടേക്കും നിങ്ങൾ അതേ പോസിറ്റീവ് എനർജിയിൽ തന്നെ മുന്നോട്ടേക്ക് പോവുക. പ്രാർത്ഥന, എല്ലാ കാര്യങ്ങളും നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ബിഗ് ഹാപ്പി ചേഞ്ചസ്, വലിയ വലിയ സന്തോഷങ്ങൾ, മിറാക്കിൾസ് സംഭവിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ അതിൽ ട്രസ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോവുക.
ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്റെ റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നാളെ വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.